ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫാറ്റ് ബേണിങ്ങിനെ കുറിച്ചുള്ള ഒരു വർക്കൗട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മുടെയൊക്കെ ഒരു സംശയമാണ്, നമുക്ക് ഈ ദേഹത്തെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പുകൾ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ ജിമ്മിൽ പോകേണ്ടി വരുമോ, അതോ നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് അത് കുറയ്ക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു സംശയം വേണ്ട, നമുക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് ആ ബോഡി ഫാറ്റ് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ നിങ്ങളുടെ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിന് പുറത്തോ എവിടെ വെച്ചുകൊണ്ടും ചെയ്യാൻ പറ്റുന്ന കുറച്ച് വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ ഒരു മാസം നിങ്ങൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 21, 22 അല്ലെങ്കിൽ നമ്മൾ പറയുന്നു കൂടിപ്പോയാൽ ഒരു മാസം, ഈ ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫാറ്റ് പകുതിയായിട്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള വ്യായാമങ്ങളാണിത്. ഇതിനകത്ത് അല്പം ജമ്പിങ് വർക്കൗട്ടുകളുണ്ട്, അല്ലാതെ തന്നെ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന കുറച്ച് വ്യായാമങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് എക്യുപ്മെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ ഇതിനകത്ത് യാതൊരു എക്യുപ്മെൻറ്റ്സും ഉപയോഗിക്കുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വർക്കൗട്ട് വീട്ടിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് ബോഡി ഫാറ്റ് കുറച്ച് നല്ല ഒരു ഷേപ്പുള്ള ഒരു ബോഡി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ തീർച്ചയായിട്ടും പറ്റുന്നതായിരിക്കും. നിങ്ങളതിനു വേണ്ടി 10,000 കൊടുത്ത് ജിമ്മിലൊന്നും പോയിട്ട് ജോയിൻ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. ജിമ്മിൽ പോകാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോവുക. ഞാൻ പറ്റാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. തീർച്ചയായും എല്ലാവർക്കും അത് സാധ്യമാകണമെന്നില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വീട്ടിൽ വർക്കൗട്ട് ചെയ്ത് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലോട്ട് തീർച്ചയായിട്ടും പോകാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, ഈ വർക്കൗട്ടിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞുതരാം. ഈ വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 വർക്കൗട്ടുകൾ വെച്ചാണ് ചെയ്യുന്നത്. അതിൽ ആദ്യം നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ നെക്സ്റ്റ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, 25 റപ്സ് വെച്ചാണ് നമ്മൾ ഒരു വർക്കൗട്ട് ചെയ്യേണ്ടത്. 25 പ്രാവശ്യം വെച്ചാണ് ഒരു വർക്കൗട്ട് നമ്മൾ ചെയ്യേണ്ടത്. 25 കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോകും, അത് 25 പ്രാവശ്യം. ഓക്കെ, ഒരു ജമ്പിങ് വർക്കൗട്ട്, ഒരു നോർമലായിട്ടുള്ള ഒരു വ്യായാമ രീതി. ഇതാണ് നമ്മുടെ വർക്കൗട്ടിൻ്റെ രീതി. ഒരുപാട് സ്ട്രെയിൻ ഉള്ളതല്ല, പക്ഷേ അല്പം ജമ്പിങ് ഉണ്ട്. ഈ ജമ്പിങ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹൃദയാരോഗ്യം കൂടെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ കൂടുതൽ സമയം കളയുന്നില്ല, നേരെ വർക്കൗട്ടിലോട്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ജമ്പിങ് ജാക്സ് ആണ്. ഓക്കെ, ജമ്പിങ് ജാക്സ് നിങ്ങൾ ചെയ്യേണ്ടത് 25 റപ്സ് ആണ്. അപ്പോൾ എനിക്ക് അത്രയും സമയം ഇപ്പോൾ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല, വീഡിയോ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ കുറച്ചാണ് കാണിച്ചു തരുന്നത്. നിങ്ങൾ 25 റപ്സ് വെച്ച് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വർക്കൗട്ട് ജമ്പിങ് ജാക്സ്. 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ നിങ്ങൾ ഇതിനൊക്കെ 25 പ്രാവശ്യം ജമ്പിങ് ജാക്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റെസ്റ്റ് എടുക്കാതെ ഉടൻ തന്നെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം ഇത് നിങ്ങൾ 25 പ്രാവശ്യം ചെയ്യുക. അപ്പം നിങ്ങളുടെ ഒരു വർക്കൗട്ട് കംപ്ലീറ്റ്. ഓക്കെ, 2 വർക്കൗട്ടുകൾ ചേരുന്നതാണ് നമ്മുടെ ഒരു വർക്കൗട്ട്. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് ജമ്പിങ് ജാക്സ് 25 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം അടുത്ത വർക്കൗട്ട് 25 പ്രാവശ്യം ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം നിങ്ങൾ 10 മുതൽ 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അതിനുശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോകുക. അപ്പം നമ്മുടെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകും. 10 മുതൽ 15 സെക്കൻഡ് നിങ്ങൾ റെസ്റ്റ് എടുത്തു. അതിനുശേഷം നമ്മൾ അടുത്ത 2 വർക്കൗട്ടിലോട്ട് പോവുകയാണ്. 25 റപ്സ് വെച്ചാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇങ്ങനെ നിങ്ങൾ ചെയ്യുക. അപ്പം ഇത് 25 റപ്സ് എണ്ണിയെടുക്കാൻ പാടാണ്, എന്നാലും മാക്സിമം നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇത് നമ്മൾ ചെയ്തതിന് ശേഷം അടുത്ത വർക്കൗട്ടിൽ പോവാം. ഇങ്ങനെ നിൽക്കുക. 1, 2, 1, 2, 1, 2, 1, 2, 1, 2, 1, 2. Come on. 1,
2, come on, 1, 2, come on, 1, 2. അപ്പം നീ റൈസ് ചെയ്തു, അതിനുശേഷം ഈ വർക്കൗട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ വർക്കൗട്ട് ചെയ്യുമ്പം 25 റെപ്സ് കൗണ്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. 1, 2, 1, 2, ഇങ്ങനെ 2 റെപ്സായി. അങ്ങനെ 25 റെപ്സ് ചെയ്യുക. ഫസ്റ്റിൽ നീ റൈസ് ചെയ്യും, അതിനുശേഷം ഈ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് 10 മുതൽ 15 സെക്കൻഡുകൾ വീണ്ടും റെസ്റ്റ് എടുക്കുക. സൂപ്പർ വർക്കൗട്ടാണ്, നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും. നിങ്ങളുടെ ഫാറ്റ് ബേണിംഗ് ഒക്കെ പെട്ടെന്ന് നടത്താൻ പറ്റിയ വർക്കൗട്ടാണ്. അടുത്ത വർക്കൗട്ടിലോട്ട് പോകും. ഓക്കെ, നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് നമ്മൾ സ്പോട്ട് റണ്ണിങ് ആണ് ആദ്യം ചെയ്യുന്നത്. 25 റെപ്സോളം നമ്മൾ സ്പോട്ട് റണ്ണിങ് ചെയ്യും, അതിനുശേഷം അടുത്ത വർക്കൗട്ട് ചെയ്യും. ഓക്കെ, അപ്പം ഫസ്റ്റിലെ സ്പോട്ട് റണ്ണിങ്. ഓക്കെ, നിങ്ങൾ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം ഉടൻ തന്നെ അടുത്ത വർക്കൗട്ടിലോട്ട് പോവുക. അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് മൗണ്ടൻ ക്ലൈമ്പിംഗ് ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പം ഈ 2 വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾ വീണ്ടും 10 മുതൽ 15 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. കൂടുതൽ കിതപ്പൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെസ്റ്റ് ചെയ്യുന്ന ടൈം കൂട്ടുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അപ്പം ഇതെല്ലാം ഒരല്പം ടഫായിട്ടുള്ള വർക്കൗട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മളിങ്ങനെ വെറുതെ പതുക്കെയുള്ള വർക്കൗട്ടുകളൊന്നും ചെയ്ത് കഴിഞ്ഞാലൊന്നും നമുക്ക് ഫാറ്റ് ലോസ് ഒരിക്കലും ഉണ്ടാകത്തില്ല. അതൊക്കെ നിങ്ങളെ ചുമ്മാ ആൾക്കാർ കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ അല്പം ഇൻറ്റൻസിറ്റി കൂട്ടി വേണം വർക്കൗട്ട് ചെയ്യാൻ. പിന്നെ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ അത് പോയി കാണുക. അപ്പം നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോവാം. ഇങ്ങനെ നിൽക്കുക, സ്ട്രൈറ്റ് ആൻഡ് 1, 1, 1, 2, 2, 3, 3, 4, 4, 5, 5, 6, 6, 7, 7, 8, 8, 9, 9. അപ്പം നിങ്ങൾ ഫസ്റ്റിലൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊന്നും റെപ്സ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ നിങ്ങൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. തീർച്ചയായിട്ടും നടക്കുന്ന കാര്യമാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ എന്നാണ്. മനസ്സ് വെച്ചാൽ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാൻ പറ്റും. അപ്പം ഈ വർക്കൗട്ട് നിങ്ങൾ 25 റെപ്സ് ചെയ്തതിന് ശേഷം അടുത്ത വർക്കൗട്ടിലോട്ട് പോവുക. അടുത്ത വർക്കൗട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്ലാങ്കാണ്. ഈ പ്ലാങ്ക് ചെയ്യുന്ന സമയത്ത് വെച്ചാൽ നിങ്ങൾ നമുക്ക് റെപ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സമയം നിൽക്കുന്നു എന്നുള്ളതനുസരിച്ചാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. Straight your body and 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 1, 2, 3, 4, 5. ഓക്കെ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന സമയത്തോളം നിങ്ങൾ ഹോൾഡ് ചെയ്യുക പ്ലാങ്ക് പൊസിഷനിൽ. വളരെ നല്ലൊരു വർക്കൗട്ടാണ് പ്ലാങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ കോർ മസിലിലെ ഫാറ്റൊക്കെ വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പം വീണ്ടും ഈ 2 വർക്കൗട്ടുകൾ ചെയ്തതിന് ശേഷം നിങ്ങൾ
10 മുതൽ 15 സെക്കൻഡ് വീണ്ടും റെസ്റ്റ് എടുക്കുക. അതിനുശേഷം അടുത്ത വർക്കൗട്ട് എടുക്കുക. അപ്പോൾ അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ബർപ്പീസാണ്. അപ്പോൾ ബർപ്പീസ് നിങ്ങൾ 25 റെപ്സെങ്കിലും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ബർപ്പീസ് ചെയ്യുക. നിങ്ങൾക്ക് പുഷപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. പുഷപ്പ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ഇത്രയും വന്നാൽ മതി. 6 7 8 9 10. അപ്പം ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക. 25 റെപ്സ് നിങ്ങൾ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നടന്നില്ലെന്നുണ്ടെങ്കിൽ 15എങ്കിലും. ഓക്കെ. അപ്പം നമ്മുടെ ഫൈനൽ വർക്കൗട്ട് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ടായിട്ടുള്ള പുഷപ്സ് ഭയങ്കര ഒരു സ്ട്രെങ്തനിങ് വർക്കൗട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. One, 2, 3, 4, 5, 6. Come on. 7, 8, 9, 10. Come on. അപ്പം നിങ്ങൾ അടുത്തായിട്ട് ബർപ്പീസ് കഴിഞ്ഞ ശേഷം പുഷപ്സ് ചെയ്യുക. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ വർക്കൗട്ട്. നല്ലോണം കിതയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഡീറ്റെയിൽസ് കിതപ്പൊക്കെ ഒന്ന് മാറിച്ച് വെള്ളം കുടിച്ചതിന് ശേഷം പറഞ്ഞു. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനകത്ത് നമ്മൾ 8 വർക്കൗട്ടുകൾ ഉൾപ്പെടുത്തിയത്. ഓക്കെ. അപ്പോൾ ഈ 8 വർക്കൗട്ടുകൾ നിങ്ങൾ കണ്ട്. അപ്പം 8 വർക്കൗട്ടുകളിൽ നമ്മൾ സ്ട്രെങ്തനിങ് വർക്കൗട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാർഡിയോ വ്യായാമങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതിൽ തന്നെ നമ്മുടെ സാധാ ഫ്ലെക്സിബിലിറ്റി മൂവ്മെൻറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിലൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. 100% നിങ്ങൾക്ക് റിസൾട്ട് തരും. നിങ്ങൾക്ക് ഫാറ്റ് ബേണിങ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് സിസ്റ്റമാണിത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യണ്ട. കാരണം ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടാണ്. അഡ്വാൻസ് ലെവലിലുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്നതാണ്. തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ കുറച്ച് വർക്കൗട്ടുകൾ, തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ആയതിനു ശേഷം ഈ വർക്കൗട്ടിലോട്ട് പോവുക. കാരണം ഈ വർക്കൗട്ട് ഇൻറ്റൻസിറ്റി കൂടിയ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിതയ്ക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. ഓക്കെ. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. തുടക്കക്കാർ ട്രൈ ചെയ്യണമെന്നില്ല, എക്സ്പീരിയൻസ് ആയതിനു ശേഷം ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.